ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഒരിക്കലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ഇപ്രകാരം നമുക്ക് ആയിരിക്കാൻ, പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം തരുന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 552 എപ്പിസോഡുകളിലായിട്ട് നാം ഉൽപ്പത്തി പുസ്തകത്തിലെ 50 അധ്യായങ്ങളും പുറപ്പാട് പുസ്തകത്തിലെ 1 മുതൽ 17 വരെയുള്ളതായ അധ്യായങ്ങളും ചിന്തിക്കുവാൻ വലിയവനായ ദൈവം സാവകാശം തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നാം എപ്പോഴും ഓർക്കുന്നത് പോലെ ഏതോ ഒരു ഡീറ്റെയിൽസ് പഠനമല്ല, ചില വാക്യങ്ങളിൽ നിന്ന് വലിയവനായ ദൈവം നമുക്ക് തരുന്ന ചില ചിന്തകൾ, അതാണ് പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത ചില ദിവസങ്ങൾ ഈ 18-ാം അധ്യായത്തിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ പങ്കിടുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങൾ ആണ് ഈ അധ്യായത്തിലുള്ളത്. ഈ അധ്യായം എന്ന് പറയുന്നത് ജിത്രോസ് കൗൺസിൽ ടു മോസസ്. ആരാണ് ജത്രോ? മോശയുടെ അമ്മായപ്പൻ, ഫാദർ ഇൻ ലോ. തൻ്റെ ഉപദേശങ്ങളാണ്, കൗൺസിലാണ് മോശയ്ക്ക് വേണ്ടി. താൻ മോശയെ സന്ദർശിക്കുവാനായിട്ട് വന്നപ്പോൾ മോശ ഒറ്റയ്ക്ക് ഈ 10-15 ലക്ഷം ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ, തൻ്റെ മരുമകൻ്റെ ബത്തപ്പാട് കണ്ടപ്പോൾ, തൻ്റെ മരുമകനോട് പറഞ്ഞു കൊടുത്ത ചില ഉപദേശങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഐ ആം യുവർ ലീഡർ. ഞാനാണ് നിങ്ങളുടെ നേതൃസ്ഥാനത്ത് ഉള്ളത്. പഴയ നിയമസഭകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവരുടെ ലീഡർ കർത്താവ് തന്നെയാണ്. ദൈവമാണ് അവരുടെ രാജാവ്. ഇസ്രായേൽ മക്കൾ രാജാവിനെ അന്വേഷിച്ചപ്പോൾ ശമൂവേലിൻ്റെ പ്രയാസം കണ്ട് ദൈവം ശമൂവേലിനോട് പറയുന്നത്, നിന്നെയല്ല അവർ തിരസ്കരിച്ചത്, എൻ്റെ രാജ്യത്വമാണ് അവർ തിരസ്കരിച്ചത്. അപ്പോൾ അതുപോലെ മനുഷ്യന് ഒരു ലീഡറാകുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് അനേക സഭകളിൽ നമുക്ക് കാണുവാനായിട്ട് ലീഡർമാരെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം സഭയെ പരിപാലിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് സഭയിലും ശുശ്രൂഷ ചെയ്യുന്നവരായിട്ടാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ളതായ ലീഡർ, നേതാവ് കർത്താവ് തന്നെയാണ്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. ചിലരുടെയൊക്കെ സഭകളിലുള്ളതായ പ്രവർത്തന ശൈലികൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും അവരുടേതാണ് ആ സഭ എന്ന്. എന്നാൽ പ്രിയ വിശ്വാസികളെ, സഭ കർത്താവ് നിയമിച്ചതാക്കിയതാണ്. തൻ്റെ തിരുച്ചെങ്കിലെ ചോര മുഖാന്തരം കർത്താവ് വിലയ്ക്ക് വാങ്ങിയ ജനങ്ങളാണ് സഭയെന്ന് പറയുന്നത്. അതിന് മാനുഷികമായ രീതിയിൽ യാതൊരു അധികാരവുമില്ല. നാം
കർത്താവ് പത്രോസിനോട് പറഞ്ഞതുപോലെ എൻ്റെ ആടുകളെ നീ മേയ്ക്കുക, എൻ്റെ ആടുകൾക്ക് ശുശ്രൂഷ ചെയ്യുക, ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുക. അതാണ് നേതൃസ്ഥാനത്തിലുള്ളവരെ ഏൽപ്പിച്ച് ആക്കിയിരിക്കുന്നത്. ഒരിക്കലും അവരുടെ ഒരു ഭരണമോ അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലുള്ളതായ അവസ്ഥ കാണുവാൻ അല്ല. ഈ പുസ്തകത്തെ, ഈ അധ്യായത്തെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ജെത്രോ ആൻഡ് മോസസ് മീറ്റ്, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മോശയും യിത്രോവും തമ്മിലുള്ളതായ കൂടിക്കാഴ്ചയാണ് കാണുന്നത്. 13 മുതൽ അവസാന വാക്യം 27-ാമത്തെ വാക്യം വരെ നാം കാണുന്നത് ജെത്രോസ് അഡ്വൈസ് ടു മോസസ്. യിത്രോ മോശയ്ക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ, ചില ഉപദേശങ്ങൾ കൊടുക്കുന്നു. ആത്മീയമായ രീതിയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 18-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ലെസൺസ് ഓൺ അവോയ്ഡിങ് ബേൺ ഔട്ട് ഇൻ അവർ മിനിസ്ട്രീസ് ഫോർ ഗോഡ്. ഈ അധ്യായത്തിൽ നിന്ന് ചില പാഠങ്ങൾ വലിയവനായ ദൈവം നമുക്ക് തരുകയാണ്. നാം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചില പൊള്ളലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതായ പൊള്ളലുകൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, മാറ്റാം എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം ഒരു ലിവിങ് സാക്രിഫൈസായിട്ട്, ജീവിക്കുന്ന ഒരു യാഗമായിട്ട് നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. അതാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. മാത്രമല്ല, ഈ നമ്മുടെ ജീവിതം അത് ഒരു പിന്തുടരുന്ന ജീവിതമാണ്, കണ്ടിന്യൂ ചെയ്യുന്നവനാണ്. അല്ലാതെ ഒരിക്കൽ എന്നേക്കുമായിട്ട് ഒരു സംഭവം സംഭവിക്കുന്നു എന്നതല്ല ഇവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ജീവിതത്തെ ഒരു മാരത്തോൺ ഓട്ടത്തോട് ഉപമിച്ചിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം ഇതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നാം ഇന്ന് ഒരു ഓട്ടക്കളത്തിൽ ഓടുവാനായിട്ട് ആയിരിക്കുകയാണ്. എന്നാൽ നാം ഓട്ടക്കളത്തിൽ ഓടുന്നതായ സമയത്ത് നാം ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. ജയമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിൻ്റെ ലാക്കിലേക്ക് ഞാൻ സ്ഥിരതയോടുകൂടെ ഒരു ഉദ്ദേശത്തോടുകൂടെ ഓടുന്നു. ഇത് നാം ചെയ്യണം. നാം ഒരിക്കലും ഓട്ടക്കളത്തിൽ കാണുന്നവരായിട്ട് ഇരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം ഇരുന്ന് കഴിഞ്ഞാൽ വലിയവനായ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ താലന്തുകളെ നാം അത് വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നാം വേസ്റ്റ് ചെയ്യാതെ അത് എന്നുമെന്നും ഉപയോഗിക്കുന്നവർ ആയിരിക്കണം. ക്രിസ്തീയ ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ശരീരത്തിൽ ഒരിക്കലും ആരെയും കാണികളായിട്ട്, കാഴ്ചക്കാരായിട്ട് നിർത്തിയിട്ടില്ല. എല്ലാവരും ഓടണം. ഇതുവരെയും നാം അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ ഓട്ടക്കളത്തിൽ ഓടുവാൻ തക്കവണ്ണം. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നാം കണ്ടു കഴിഞ്ഞത്. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ 18-ാം അധ്യായത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഉപദേശമനുസരിച്ച്, ചിന്തകളനുസരിച്ച് വരും ദിവസങ്ങളിൽ മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം ഈ വചനം മുഖാന്തരം സഹായിക്കട്ടെ എന്ന് ആശിക്കുന്നു. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.